കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഭഗവാന്റെ കഥ പറയാനായി ഞാൻ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വിഷ്ണു ഭഗവാന്റെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരത്തിന്റെ കഥ കേട്ടാലോ? എല്ലാരും കഥ കേൾക്കാൻ തയ്യാറാണോ? അപ്പൊ നമുക്ക് കഥ കേൾക്കാം. ബ്രഹ്മാവിന്റെ പൗത്രനായിരുന്ന സത്യവ്രത മഹാരാജാവ് ഒരു വലിയ വിഷ്ണു ഭക്തനായിരുന്നു. ഒരിക്കൽ ബദരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് തപസ് ചെയ്യാൻ പോയപ്പോൾ കൃതമാല എന്ന നദിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദർപ്പണത്തിനായി തൻ്റെ കൈക്കൊമ്പിളിൽ അല്പം ജലമെടുത്തപ്പോൾ അതിലൊരു കുഞ്ഞു മീൻ അറിയാതെ വന്നു പെട്ടു. അദ്ദേഹം അതിനെ തിരിച്ച് ജലത്തിലേക്ക് ഇടാൻ പോയപ്പോൾ ആ മീൻ പറഞ്ഞു, അയ്യോ മഹാരാജാവേ, എന്നെ ഈ ജലത്തിലിടരുതേ, എന്നെ ഇതിലുള്ള വലിയ മീനുകൾ കഴിക്കും. അത് കേട്ട് സത്യവ്രത മഹാരാജാവ് തൻ്റെ കമണ്ഡലുവിലേക്ക് ആ മീനിനെ നിക്ഷേപിച്ചു. അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോൾ കമണ്ഡലുവിനേക്കാൾ വലുതായ മീൻ. അതുകൊണ്ട് അതിന് കമണ്ഡലുവിൽ ജീവിക്കാൻ സാധിക്കില്ല. അതിനെ ഒരു കലശത്തിലാക്കി, പിന്നെ കുടത്തിലാക്കി, പിന്നെ കിണറ്റിലാക്കി, പിന്നെ കുട്ടകത്തിലാക്കി, പിന്നെ പൊയ്കകളിലാക്കി, കുളങ്ങളിലാക്കി, നദികളിലാക്കി, അവസാനം അതിനെ കടലിൽ തന്നെ കൊണ്ട് നിക്ഷേപിച്ചു. കടലിൽ നിന്ന് അതിനെ നിക്ഷേപിച്ച് തിരിച്ചു പോകാനായിട്ട് നിന്നപ്പോൾ ആ മീൻ പറഞ്ഞു, മഹാരാജാവേ, എന്നെ ഈ കടലിൽ ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോയാൽ എന്നെ അങ്ങ് നോക്കിയതുപോലെ എന്നെ ഈ കടലിൽ ആര് നോക്കാനാണ്? ഇത് കേട്ടപ്പോൾ തന്നെ സത്യവ്രത മഹാരാജാവിന് മനസ്സിലായി, ഇത് വേറെ ആരുമല്ല, ഭഗവാൻ ശ്രീഹരി മഹാവിഷ്ണു തന്നെയാണെന്ന്. കടലിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ മീനിന് പകരം ശംഖചക്ര ഗദാപത്മധാരിയായി ഭഗവാൻ നിൽക്കുന്നു. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ സത്യവ്രത, ഞാൻ ഈ അവതാരം എടുത്തതിൻ്റെ കാരണം ഇതായിരുന്നു. സൃഷ്ടികർമ്മങ്ങളിൽ ക്ഷീണിതനായ ബ്രഹ്മാവ് ഉറങ്ങിപ്പോയി അറിയാതെ. അത് കണ്ട് തക്കം പാർത്ത ഹൈഗ്രീവനായ അസുരനോ ചതുർവേദങ്ങളും മോഷ്ടിച്ചു. എന്നിട്ട് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുകയാണ്. അവനെ കൊല്ലാൻ ഞാൻ ഈ അവതാരം എടുത്തേ തീരും. ഇന്നേക്ക് 7-ാം നാൾ പ്രളയം സംഭവിക്കും. നീ എന്നെ വിചാരിച്ചുകൊണ്ട് എല്ലാ ജീവജന്തുക്കളുടെയും ബീജമെടുത്ത് സപ്തഋഷിമാരുടെ കയ്യിൽ കൊടുക്കുക. ഇന്നേക്ക് 7-ാം നാൾ പ്രളയം സംഭവിക്കും. നീ എന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രളയജലത്തിൽ നീന്തുക. നിന്റെയും സപ്തഋഷിമാരുടെയും മുമ്പിൽ ഒരു നൗക പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ആ നൗകയിൽ എന്നെ വിചാരിച്ചുകൊണ്ട് പോവുക. അവസാനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. എൻ്റെ കൊമ്പിൽ നിങ്ങൾ നിങ്ങളുടെ നൗകയുടെ ചാൺ ബന്ധിക്കണം. ഞാൻ നിങ്ങളെ ഹിമാലയത്തിൻ്റെ ഏറ്റവും മുകൾ വശത്ത് കൊണ്ടെത്തിക്കും. അതിനുശേഷം വെള്ളത്തിനടിത്തട്ടിൽ പോയി എൻ്റെ കൊമ്പ് കൊണ്ട് ഹൈഗ്രീവന്റെ മാറു പിളർക്കുകയും ചെയ്യും. എന്നിട്ട് ഭഗവാൻ ചതുർവേദങ്ങളും തിരിച്ചെടുത്ത് ബ്രഹ്മാവിന്റെ കയ്യിൽ തന്നെ കൊണ്ടേൽപ്പിച്ചു. എന്നിട്ട് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഭഗവാൻ മത്സ്യാവതാരം എടുത്തത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. നിങ്ങളേവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത 2ാമത്തെ അവതാരമായ കൂർമാവതാരത്തിന്റെ കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടുതൽ ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ നമുക്ക് ബൈ ബൈ പറയാം.